ട്രാവൽ ടൈമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര എറണാകുളം ജില്ലയിലെ കടമ്പക്കുടി പഞ്ചായത്തിലെ പിഴല എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അവിടെ ഒരു വെള്ളക്കെട്ടും ദ്വീപൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ സേവിയേഴ്സ് ഫാം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ കുറച്ച് ആക്ടിവിറ്റീസ്, ബോട്ടിങ്, കയാക്കിങ്, അതുപോലെ ഗെയിംസ് ഒക്കെയാണ് അവിടെ ഉള്ളത്. യാത്ര പോകുന്നത് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ, അവരാണ് യാത്ര കണ്ടക്ട് ചെയ്യുന്നത്. ഒരാൾക്ക് 999 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. എൻ്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഹൈക്കോട്ടിൽ നിന്ന് പുറപ്പെട്ട് പോണ വഴിക്ക് വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനൽ, പിന്നെ ബോൾഗാട്ടി പാലസ്, അതുപോലെ വില്ലിംഗ്ടൺ ഐലൻഡ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, അതൊക്കെ കണ്ടിട്ടാണ് യാത്ര പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക്. കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനാണ് ഈ യാത്ര ഒരുക്കിയിട്ടുള്ളത്. എറണാകുളത്തെ ഹൈക്കോടതി ജെട്ടിക്ക് സമീപത്തുള്ള ഫെറി ടെർമിനലിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. ഹൈസ്കൂളിലെ സഹപാഠികളായ അജിത്തും ശബരിദാസും കൂടെയുണ്ട്. രാവിലെ 10:00 തന്നെ നമ്മുടെ യാത്ര ആരംഭിച്ചു. സൂര്യാംശു എന്ന വെസലിലാണ് യാത്ര. ഏകദേശം 70ഓളം പേര് എത്തിയിട്ടുണ്ടായിരുന്നു. 100 പേർക്ക് കയറാവുന്ന ഒരു വെസലാണിത്. കൂടി നമ്മൾ ആരംഭിച്ച് വൈകിട്ട് 4 മണിയോടുകൂടി തിരിച്ചെത്തുന്ന രീതിയിലാണ് പറയുന്ന ഈ ഒരു സ്ഥലത്തിലൂടെ കടന്നു പോകുന്ന കുറച്ച് പ്രദേശങ്ങൾ, വല്ലാർപാടവും വൈപ്പിലും മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചിയും എല്ലാം അടങ്ങുന്ന കൊച്ചിയിലെ ആ ഒരു കാഴ്ചകളിലേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ ഒരു കുറച്ച് നിമിഷം അതിന്റെ ആ ഒരു ചരിത്രവും വിശേഷവും ഒന്ന് പങ്കുവയ്ക്കാൻ വേണ്ടി നമ്മൾ കടമ്പക്കുടി പഞ്ചായത്തിലെ പിഴല എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിറങ്ങിയതിന് ശേഷം ഏകദേശം ഒരു 12:00 കൂടി നമ്മൾ അവിടെ എത്താനായിട്ടാണ് സാധ്യത. അപ്പോൾ അതനുസരിച്ച് അവിടെ ഇറങ്ങിയതിന് ശേഷം അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫുഡ് കയാക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ പെഡൽ ബോട്ട്, അങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു പാക്കേജിൽ ഉൾപ്പെട്ടതാണ്. അതിനൊന്നും എറണാകുളത്തെ മറൈൻ ഡ്രൈവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. ഒരുപക്ഷെ അതിലൂടെ ആയിരിക്കാം നിങ്ങൾ നടന്നു വന്നത്. ആ മറൈൻ ഡ്രൈവ് കേരളത്തിലെ ഏറ്റവും വലിയൊരു വാക്ക് വേ ആണ്. നമുക്ക് നടന്നുകൊണ്ട് കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റിയ, ഒരു സൈഡ് കായലും അപ്പുറത്തെ സൈഡ് നഗരത്തിന്റെ ഹൃദയഭാഗവുമായിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ്. ഈ കാണുന്ന പൈപ്പ് ലൈനിലൂടെയാണ് കപ്പലിൽ കൊണ്ടുവരുന്ന എണ്ണ കൊച്ചിൻ റിഫൈനറീസിലേക്ക് എത്തിക്കുന്നത്. അമ്പലമുകളിലാണ് കൊച്ചിൻ റിഫൈനറീസ്. പൈപ്പ് ലൈനിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഡോം ഷേപ്പ് കാണാം. അത് ഇന്ത്യയുടെ INS ധ്രുവ് എന്ന ന്യൂക്ലിയർ റഡാർ ഷിപ്പാണ്. തൊട്ടപ്പുറത്ത് കുറേ ക്രെയിനുകൾ കാണാം. അത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. 1972 സ്ഥാപിതമായതാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. കപ്പൽ നിർമ്മാണവും അതിൻ്റെ റിപ്പയറിങ്ങുമാണ് പ്രധാനമായും ഇവിടെ നടക്കുന്നത്. വില്ലിംഗ്ടൺ ഐലൻഡാണ് ഈ കാണുന്നത്. കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപാണ് കൊച്ചി നഗരത്തിൻ്റെ ഭാഗമായ വില്ലിംഗ്ടൺ ഐലൻഡ്. പ്രകൃതിദത്തമായ ചെറിയൊരു ദ്വീപ് ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ വലിയ കപ്പലുകൾ വരുന്നതിന് വേണ്ടി കായലിനെ ആഴം കൂട്ടുന്നതിനായി എടുത്ത മണ്ണും ചെളിയും നിക്ഷേപിച്ചാണ് ഈ ദ്വീപ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന വില്ലിംഗ്ടൺ പ്രഭുവിൻ്റെ പേരിലാണ് ദ്വീപ് അറിയപ്പെടുന്നത്. 1920കളിൽ ദ്വീപിൻ്റെ രൂപവൽക്കരണത്തിന് നയിച്ച തുറമുഖ വികസനത്തിന് നേതൃത്വം കൊടുത്തത് ബ്രിട്ടീഷുകാരനായ റോബർട്ട് ബ്രിസ്റ്റോ എന്ന എഞ്ചിനീയർ ആയിരുന്നു. 780 ഏക്കർ വിസ്തീർണമുണ്ട് ഇതിന് നിയോഗിച്ച മൺമന്തി കപ്പലുകളിൽ ഏറ്റവും പ്രധാനമായിരുന്നത് ലേഡി വില്ലിംഗ്ടൺ എന്ന കപ്പലാണ്. എഴുതിയിരിക്കുന്ന വലിയ 2 ടാങ്കുകൾ, അത് ഇതുപോലെ ഷിപ്പിലെ സിമന്റ് മെറ്റീരിയൽസ് കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നതാണ്. അതിനുശേഷമാണ് അത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന രൂപത്തിൽ നമ്മുടെ കൈവശം എത്തുന്നത്. അങ്ങനെ നിക്ഷേപിക്കുന്ന ആ ഒരു ടാങ്ക് സൈലോ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്.
സുതാരി സിമെന്റിന്റെ സൈലോയാണത്. ഇതുപോലെ ഏകദേശം ഒരു 5ഓളം സിമെന്റ് കമ്പനികളുടെ സൈലോകൾ നമുക്ക് ഐലൻഡിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഐലൻഡിന്റെയും അതുപോലെ തന്നെ കൊച്ചിയുടെ ആ ഒരു കാഴ്ചകൾ, കാര്യങ്ങള്. ഇനി നമ്മൾ ഇതിന് ശേഷം മട്ടാഞ്ചേരിയും അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചിയും അടങ്ങുന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കുറച്ച് പ്രദേശങ്ങൾ കൂടിയുണ്ട്, ചരിത്രം പുറങ്ങുന്ന കുറച്ച് പ്രദേശങ്ങൾ കൂടിയുണ്ട്. അപ്പൊ ഈ ഒരു സ്ഥലങ്ങളിലൂടെ എല്ലാം കറങ്ങി നമ്മൾ നേരെ ബോൾഗാട്ടി വഴിയാണ് പോകുന്ന വഴിക്ക് ബോൾഗാട്ടി പാലസ് കാണാം. ആ ബോൾഗാട്ടി വഴിയാണ് നേരെ മുളവുകാട്, മൂലപ്പള്ളി, ചിറ്റൂര്, അങ്ങനെ ആ ഒരു വഴി കറങ്ങിയാണ് നമ്മൾ നേരെ പിഴല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നത്. ഇനി നമുക്ക് മുകളിലേക്കൊന്ന് കയറാം. വെല്ലിംഗ്ടൺ ദ്വീപും മട്ടാഞ്ചേരിയും പിന്നിട്ട് നമ്മളിപ്പോൾ വല്ലാർപാടത്ത് എത്തിയിരിക്കുകയാണ്. വല്ലാർപാടത്തുള്ള കണ്ടെയ്നർ ടെർമിനലാണത്. ഗോശ്രീ പാലവും കഴിഞ്ഞ് നമ്മളിപ്പോൾ ബോൾഗാട്ടി പാലസിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് ബോൾഗാട്ടി പാലസ്. 1744 ഡച്ച് കച്ചവടക്കാരൻ നിർമ്മിച്ചിട്ടുള്ളതാണ് ഇത്. പിന്നീട് അത് ഡച്ച് ഗവർണറുടെ വസതിയായി. അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ കൈകളിലും എത്തി.
സുന്ദരമായ ഈ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് നമ്മളിപ്പോൾ പിഴലയിൽ എത്തിയിരിക്കുകയാണ്. പിഴലയിലെ സേവേഴ്സ് ഫാം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ.